നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഏപ്രിൽ 4-ന് പാലായിലും തിരുവനന്തപുരത്തും എത്തും. പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, വൈക്കം അടങ്ങുന്ന സുപ്രധാന നിയോജക മണ്ഡലങ്ങളുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. തുടർന്ന് തിരുവനന്തപുരം നഗരത്തിൽ റോഡ് ഷോയും നടത്തും. മാർച്ച് 29-ന് പാലക്കാട് തെരഞ്ഞെടുപ്പ് റാലിയും തൃശൂരിൽ റോഡ് ഷോയും പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. പിന്നാലെയാണ് BJP സവിശേഷ ശ്രദ്ധ നൽകുന്ന മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും മണ്ഡലങ്ങളിൽ കൂടി പ്രധാനമന്ത്രി എത്തുന്നത്. മഞ്ചേശ്വരത്ത് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയ SDPI സ്ഥാനാർത്ഥി KM അഷ്റഫ് പിന്മാറി. മഞ്ചേശ്വരത്ത് ചേർന്ന SDPI യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള തീരുമാനം. തുടർച്ചയായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മത്സരിക്കുന്നില്ലെന്ന നിലപാടിലേക്ക് SDPI എത്തിയത്. NDA കാലങ്ങളായി 2ാം സ്ഥാനത്തെത്തുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. മുസ്ലിം ലീഗിന്റെ AKM അഷ്റഫാണ് ഇവിടെ UDF സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയുടെ പേരിന് സമാനമായ പേരുള്ള KM അഷ്റഫ് മത്സരിച്ചാൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോകുമെന്നും ഇത് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രന് ഗുണമാകുമെന്നുമുള്ള വിലയിരുത്തലിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ കോൺഗ്രസ് വിവിധ മുസ്ലിം സംഘടനകളും SDPIക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴ, ശനി ഞായർ ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് നാമനിർദ്ദേശക പത്രികയുടെ സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയും അവസാനിച്ചതോടെ പോരാട്ട ചിത്രം തെളിഞ്ഞു. ആകെ 890 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്ത് അന്തിമമായുള്ളത്. കൊടുവള്ളി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുള്ളത്. ഇവിടെ 13 പേരാണ് മത്സരിക്കുന്നത്. മഞ്ചേശ്വരത്ത് ഇത്തവണ 11 പേരാണ് മത്സര രംഗത്തുള്ളത്. പേരാവൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലും 11 സ്ഥാനാർത്ഥികൾ വീതമാണുള്ളത്. പലർക്കും പ്രതീക്ഷിച്ച ചിഹ്നം ലഭിക്കാത്തത് തിരിച്ചടിയായി. നടൻ ആസിഫ് അലിയുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം. വർഗീയ പരാമർശമുള്ള ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി ആസിഫ് അലി രംഗത്തെത്തി. ഇത്തവണ കൂടി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇല്ലാതാകുമെന്നും സംഘപരിവാർ എന്താണ് മുസ്ലിങ്ങളോട് ചെയ്തതെന്ന് താൻ BTech എന്ന സിനിമയിൽ പറഞ്ഞിട്ടുണ്ടെന്നും ആസിഫ് അലി പറഞ്ഞതായാണ് വ്യാജ പ്രചാരണം നടന്നത്. മട്ടാഞ്ചേരി കള്ളപ്പണ മാഫിയ പടങ്ങളിൽ അഭിനയിക്കുന്ന സുഡാപ്പി എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ തെറ്റായ അഭിപ്രായങ്ങൾ പ്രചരിപ്പിക്കാൻ അത് മറ്റൊരാളുടെ പേരിൽ കെട്ടിവെക്കുന്നത് നിയമപരമായി കുറ്റകരവും അങ്ങേയറ്റം ലജ്ജാകരവുമാണെന്ന് ആസിഫ് അലി പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ BJP ജയിക്കുമായിരുന്നെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. NDA സ്ഥാനാർത്ഥികളായ VK സജീവൻ, നവ്യ ഹരിദാസ്, അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തനിക്ക് 5000 BJP വോട്ട് കിട്ടുമെന്ന് അമ്പലപ്പുഴ മണ്ഡലം UDF സ്വതന്ത്രൻ G സുധാകരന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP. സുധാകരൻ ഉണ്ടയില്ല വെടി പൊട്ടിക്കുകയാണെന്ന് BJP നോർത്ത് ജില്ലാ സെക്രട്ടറി PK ബിനോയ് പരിഹസിച്ചു. മലർപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നം മാത്രമാണ് BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരിയും പറഞ്ഞു. സുധാകരന്റെ പരാമർശത്തിൽ കോൺഗ്രസും വെട്ടിലായിരിക്കുകയാണ്. KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ അദ്ദേഹം പോയ ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് സുധാകരൻ ഇക്കാര്യം പറഞ്ഞത്. RSSകാരല്ല, മറിച്ച് സാധാരണ BJP പ്രവർത്തകരുടെ വോട്ടിന്റെ കാര്യമാണ് താൻ പറഞ്ഞതെന്ന് സുധാകരൻ പിന്നീട് വിശദീകരിച്ചു. സ്ഥാനാർത്ഥിയുടെ മികവ് നോക്കി ഇങ്ങനെ വോട്ട് ചെയ്യുന്നവരുണ്ടെന്നും വിശദീകരിച്ചു. എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത രോഗി സമീപത്തെ ബസ് ടെർമിനലിന് മുന്നിൽ കുഴഞ്ഞു വീണു. പോലീസും നാട്ടുകാരും ചേർന്ന് രോഗിയെ വീണ്ടും മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം രോഗിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം സ്വദേശി അനീഷാണ് കുഴഞ്ഞു വീണത്. ഇദ്ദേഹത്തിന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഹൃദയസ്തംഭനത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക ചികിത്സാ സംവിധാനം ആരംഭിച്ചു. കാർഡിയോളജി വിഭാഗത്തിൽ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളോടുകൂടെ 3 കോടി രൂപ നിർമ്മാണ ചെലവിൽ ആരംഭിച്ച പുതിയ വിഭാഗമാണ് ഹോപ്പ്. ചികിത്സയോടൊപ്പം തന്നെ OPയിൽ പോകാതെ തുടർ ചികിത്സയും ഇവിടെ നിന്ന് ലഭ്യമാകും. ഹൃദയം മാറ്റിവെക്കേണ്ട രോഗികളെ കണ്ടെത്തി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. മെഡിസെപ്പ് പോർട്ടൽ തകരാറിലായതിനാൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമടച്ചാലേ ചികിത്സ ലഭ്യമാക്കാനാകൂ എന്ന നിലപാടിൽ ആശുപത്രികൾ. ഇതോടെ സർക്കാർ ജീവനക്കാർക്കും സർവീസ് പെൻഷൻകാർക്കും ചികിത്സ ഉറപ്പാക്കേണ്ട മെഡിസെപ്പിന്റെ പ്രവർത്തനം സ്തംഭിച്ചു. ഇത് കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ശസ്ത്രക്രിയ തന്നെ മാറ്റിവെച്ചു. ഉടൻ പ്രശ്നം പരിഹരിക്കുമെന്ന് ഇൻഷുറൻസ് കമ്പനി സർക്കാരിനെ അറിയിച്ചിരുന്നെങ്കിലും ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയവർക്ക് മെഡിസെപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ ആയില്ല.
പോർട്ടൽ പ്രവർത്തിക്കാത്ത ദിവസങ്ങളിൽ ചികിത്സ തേടുകയും സ്വയം പണമടയ്ക്കുകയും ചെയ്തവർക്ക് ഇൻഷുറൻസ് കമ്പനി പണം നൽകണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് അംഗീകരിക്കാൻ സാധ്യത കുറവാണ്. ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാത്ത പലരും നിയമ നടപടിയിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് ഉന്നത നിലവാരത്തിലുള്ള താമസ സൗകര്യം ലഭ്യമാക്കുന്നുവെന്ന് കാട്ടി ദേവസ്വം ബോർഡിന്റെ ഓൺലൈൻ സൈറ്റ് എന്ന വ്യാജേന ഓൺലൈനിൽ സൈറ്റുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പോലീസ്. ഇത്തരം സൈറ്റുകളിൽ ശബരിമലയിൽ ലഭ്യമല്ലാത്തതും ആചാരങ്ങൾക്ക് വിരുദ്ധമായതുമായ പല സംവിധാനങ്ങളും ഉള്ളതായി കാണിച്ച് ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പണം ഈടാക്കി തട്ടിപ്പ് നടത്തുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതായി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അറിയിച്ചു. ഇത്തരം വെബ്സൈറ്റുകളിൽ ഭക്തർക്ക് സ്പാ, കുട്ടികൾക്കുള്ള കളിസ്ഥലം, മൗണ്ടൻ സൈറ്റ് സീയിങ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ളതായി കാട്ടിയിട്ടുണ്ട്. ഇത് കണ്ട് ബുക്ക് ചെയ്യുന്ന ഭക്തരിൽ നിന്നും 1500 രൂപ മുതൽ 25,000 രൂപ വരെ ഈടാക്കും. തുടർന്ന് ശബരിമലയിലെത്തി മുറിക്കായി ചെല്ലുമ്പോൾ മാത്രമാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായി ഭക്തർ മനസ്സിലാക്കുന്നതെന്നും അറിയുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശന് അവിലും മലരും കുന്തിരിക്കവും വിൽക്കുന്ന കടയുണ്ടെന്ന് സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് പോലും കോൺഗ്രസ് തനിക്കെതിരെ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയെയും SDPIയെയും കൂട്ടുപിടിച്ച് കരുക്കൾ നീക്കുന്നതെന്ന് വിമർശിക്കുകയായിരുന്നു സുരേന്ദ്രൻ. പൊതുവെ കേരളത്തിനെക്കുറി കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ രഹസ്യ ബാന്ധവമുണ്ടെന്ന് പരസ്യമാണ്. ഈ സാഹചര്യത്തിലാണ് അതിന്റെ നേതാവായ VD സതീഷിനെതിരെ K സുരേന്ദ്രൻ ഈ വിമർശനം ഉന്നയിക്കുന്നത്. ലണ്ടനിലേക്ക് പോകുന്ന എയർ ഇന്ത്യ വിമാനം AI111 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തി. സാങ്കേതിക തകരാറിനെ തുടർന്ന് 7 മണിക്കൂറോളം പറന്നുയർന്ന ശേഷം ഹീത്രോ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ A350 വിമാനം ഇറാൻ യുദ്ധം കാരണം അടുത്തിടെ തടസ്സപ്പെട്ട സൗദി അറേബ്യൻ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ പറക്കുന്നതിനിടെ വഴിതിരിച്ചുവിട്ടതായി ഫ്ലൈറ്റ് റഡാർ ഡാറ്റ കാണിക്കുന്നു. സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് ഒരാഴ്ചയിൽ ഇത് 2ാം തവണയാണ് എയർ ഇന്ത്യ വിമാനം ആകാശത്ത് വെച്ച് U-ടേൺ എടുക്കുന്നത്. ഡൽഹി അക്ഷർധാമിൽ സ്ഥാപിച്ച 108 അടി ഉയരമുള്ള നീലകണ്ഠ വർണ്ണി പ്രതിമ അനാവരണം ചെയ്തു. BAPSന്റെ ബോച്ച സന്യാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ സാൻസ്ത ആഗോള ആത്മീയ ആചാര്യൻ മഹന്ത് സ്വാമി മഹാരാജിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഇന്നലെ രാമനവമി ദിനത്തിൽ പ്രതിമയുടെ നെറ്റിയിൽ തിലകം ചാർത്തി അനാവരണം ചെയ്തപ്പോൾ വിശ്വാസികൾ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടു. 1781 രാമനവമി ദിനത്തിലായിരുന്നു സ്വാമി നാരായണന്റെ ജനനം. 11ാം വയസ്സിൽ വീടുപേക്ഷിച്ച് ആത്മീയ യാത്രയ്ക്ക് പുറപ്പെട്ട അദ്ദേഹം നീലകണ്ഠ വർണ്ണി എന്ന പേര് സ്വീകരിച്ചിരുന്നു. അന്ന് ഒറ്റക്കാലിൽ തപസ് ചെയ്ത് അടയാളപ്പെടുത്തുന്നതാണ് ഡൽഹിയിൽ ആത്മീയ ഭാവത്തോടെ നിൽക്കുന്ന കൂറ്റൻ പ്രതിമ. VIP-കൾക്കും VVIP-കൾക്കുമായി 6.2 കോടി രൂപ ചിലവിൽ 2 എയർ കണ്ടീഷൻ ചെയ്ത ബോട്ടുകൾ വാങ്ങാനുള്ള പദ്ധതി ഡൽഹി സർക്കാർ റദ്ദാക്കിയതായും ഇതിലുൾപ്പെട്ട 2 മുതിർന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായും മന്ത്രി പർവേഷ് വർമ്മ വ്യാഴാഴ്ച പറഞ്ഞു. കർണാടകയിലെ തുംകൂറിലുള്ള ശ്രീ സിദ്ധാർത്ഥ മെഡിക്കൽ കോളേജ് SSMC അസിസ്റ്റന്റ് പ്രൊഫസർ തന്റെ ക്ലാസിന് മുന്നിൽ ഒരു വിദ്യാർത്ഥിനിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഇതിന് മറുപടിയായി വിദ്യാർത്ഥികൾ പ്രൊഫസറെ ശാരീരികമായി ആക്രമിച്ചു. ആക്രമണത്തിൽ പരിക്കേറ്റ പ്രൊഫസർ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയുടെ ഉടമസ്ഥതയിലുള്ള കോളേജ് പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ ഒരാൾ ചിത്രീകരിച്ച വിവാഹ അഭ്യർത്ഥനയുടെ വീഡിയോയിൽ പ്രൊഫസർ അബ്ദുൾ പറയുന്നത് കേൾക്കാം. ബാച്ച് നൽകിയ അതിരറ്റ സ്നേഹത്തെ എനിക്ക് ചെറുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ബാച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട പെൺകുട്ടികളിൽ ഒരാളോട് ഞാൻ വിവാഹാഭ്യർത്ഥന നടത്താൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ ബാച്ചിനും ഞാൻ ചോക്ലേറ്റ് വിതരണം ചെയ്യും. ആ സ്ത്രീയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ ഓരോ MLAയ്ക്കും 5 ടിക്കറ്റുകൾ നൽകണമെന്ന് കോൺഗ്രസ് MLA പറഞ്ഞു. MLAമാർ VIP-കളാണെന്നും ക്യൂവിൽ നിൽക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാന ക്രിക്കറ്റ് ബോർഡ് നിയമസഭാംഗങ്ങൾക്ക് പ്രത്യേക ഇരിപ്പിട ക്രമീകരണം ഒരുക്കണമെന്നും ഹുൻഗുണ്ടിൽ നിന്നുള്ള MLA വിജയാനന്ദ് കശപ്പനവർ പറഞ്ഞു. ശനിയാഴ്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരത്തോടെയാണ് 2026 IPL പതിപ്പ് ആരംഭിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ 10 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ഇറാൻ സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്നും ചർച്ചകളിൽ പുരോഗതിയുള്ളതായും ട്രംപ് അവകാശപ്പെട്ടു. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് പുതിയ പ്രഖ്യാപനം നടത്തിയത്. സമാധാന കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ആക്രമണം തുടരുമെന്നാണ് അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ടെഹ്റാനിൽ US ഇസ്രായേൽ നേതൃത്വത്തിൽ നടന്ന മാരകമായ വ്യോമാക്രമണത്തിൽ വധിക്കപ്പെടുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അവസാന CCTV ദൃശ്യങ്ങൾ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. മരണത്തിന് 23 മിനിറ്റ് മുമ്പ് എടുത്തതായി പറയപ്പെടുന്ന ചിത്രത്തിൽ ടെഹ്റാനിലെ തന്റെ ഓഫീസിനുള്ളിൽ
ഖമനേയിയെ കാണിക്കുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം ശാന്തമായി ഖുർആൻ വായിക്കുന്നതാണ് ദൃശ്യങ്ങൾ. ദൃശ്യങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഇറാന്റെ നാവിക മേധാവിമാരിൽ ഒരാളെ വധിച്ചെന്ന് ഇസ്രായേൽ. റവല്യൂഷണറി ഗാർഡ് നാവികസേനാ വിഭാഗം മേധാവി അലിസേറ തങ്സിരിയാണ് കൊല്ലപ്പെട്ടത്. ഹോർമുസ് കടലിടുക്ക് അടച്ചിടാൻ പ്രേരിപ്പിച്ച ബുദ്ധികേന്ദ്രങ്ങളിൽ ഒരാളാണ് അലി റൈസയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. യുഎസുമായി സഹകരിച്ചായിരുന്നു ദൗത്യം. ഇറാൻ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.